ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഗൈസ് എങ്ങനെ നമുക്ക് ബൈനാൻസിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ UPI, അതായത് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, മറ്റു ഏതെങ്കിലും UPI അഡ്രസ്സിലേക്ക് ബാങ്കിലേക്ക് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഗൈസ്, അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ ബൈനാൻസ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബൈനാൻസിൻ്റെ മെയിൻ ഭാഗത്ത്, അതായത് നിങ്ങളുടെ ബാലൻസ് അവിടെ മുകളിൽ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ബാലൻസിൻ്റെ ആ ഒരു ചാർട്ട്. അപ്പോൾ ഗൈസ്, അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വാലറ്റ് നില താഴത്ത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റിലുള്ള ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ കാണിക്കും. ഏറ്റവും താഴത്ത് നമ്മുടെ അടുത്തുള്ള കോയിൻസുകൾ ഇവിടെ കാണിക്കും. BNB, ടോണ്, ആംസ്റ്റർ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസും എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട് വാലറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഓവർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ ആയിരിക്കും. അപ്പോൾ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പോട്ട് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ കൊടുക്കുക. ഇവിടെ ട്രാൻസ്ഫർ എന്ന് കൊടുക്കും, വിഡ്രോ അല്ല കേട്ടോ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രാൻസ്ഫർ എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ മുകളിൽ സ്പോട്ട് വാലറ്റ് ഫൗണ്ടിങ് എന്ന് കാണാം. അതായത് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലുള്ള ആ ഒരു എമൗണ്ട് എത്ര വിഡ്രോ ചെയ്യാനുള്ളത് വെച്ചാൽ അത് ഫൗണ്ടിങ് എമൗണ്ടിലേക്ക് മാറുന്നതാണ്. ഫൗണ്ടിങ് എമൗണ്ട് എന്നാണ് നമ്മൾ വിഡ്രോ അടിക്കുക ബാങ്കിലേക്ക്, UPIയിലേക്കൊക്കെ. അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ മാക്സിമം എന്നുള്ള കാണാൻ കഴിയും, അത്രയും കൊടുക്കുക. അതിനുശേഷം കൺഫേം ട്രാൻസ്ഫർ എന്ന് കൊടുക്കുക. താഴത്തുള്ള ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് വാലറ്റിലുള്ളത് ഫൗണ്ടിങ് വാലറ്റിലേക്ക് മാറുന്നതാണ്. ഇതിന് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അതിനെ മാറ്റാം. അതിനുശേഷം ഫൗണ്ടിങ് ബാലൻസിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പേ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മളിവിടെ പേ എന്ന് കൊടുക്കുക. സിമ്പിളായിട്ട് പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സെൻഡ് ക്യാഷ്. ആ ഒരു ഓപ്ഷൻ കാണാത്ത ആളുകൾ ഏറ്റവും ഫസ്റ്റിലേക്ക് പോവുക. ഏറ്റവും ഫസ്റ്റിലേക്ക് പോയിട്ട് ഇതാ മുകളിൽ ഇവിടെ ഒരു മെനു കാണാൻ കഴിയും. ഇവിടെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും സെൻഡ് ക്യാഷ്. കണ്ട, ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. 1-2 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക, ആ ഒരു രാജ്യം സെലക്ട് ചെയ്യാനുണ്ട്. ഞാനിവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് INR ആണ്, USDT INR-ലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് ബാങ്കിലായി എമൗണ്ട് കയറേണ്ടത്. അപ്പോൾ നമ്മളിവിടെ INR കൊടുക്കണം, അതായത് ഇന്ത്യ. ഇവിടെ മുകളിലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിലെ കളിയിൽ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം ഒന്നാമത്. അതിനുശേഷം നമ്മളിവിടെ താഴത്ത് കാണാൻ കഴിയും UPay, എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത്. നിങ്ങളുടെ വാലറ്റിലുള്ള ആ ഒരു എമൗണ്ട് ഇവിടെ എഴുതി ചേർക്കുക. അതായത് 500 ആണെങ്കിൽ $500, 200 ആണെങ്കിൽ 200, $10 ആണെങ്കിൽ $10 ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഈ മാക്സിമം ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്യണം. ഇവിടെ മാക്സിമം എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻ കാണാൻ കഴിയും. ഒന്ന് IMPS, ട്രാൻസ്ഫർ ടു യുവർ സെൽഫ് അറൈവ് ഇൻസ്റ്റന്റ്ലി, P2P വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വിഡ്രോ അടിക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് UPIയിലേക്കാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത്. ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഇനി ബാങ്ക് ഇന്ത്യയിലുള്ള ഏത് ബാങ്കിലേക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ട്രാൻസ്ഫർ ടു യുവർ സെൽഫ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ട UPI എന്നുള്ള ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഗെറ്റ് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഗെറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ UPI ബാങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ബാലൻസ് ഒന്നും ഇല്ല, ഫൗണ്ടിങ്ങിൽ ബാലൻസും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അവിടെ വരാത്തത്. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ UPIയിലേക്ക് ബൈനാൻസിൽ നിന്നും വിഡ്രോ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ക്യാഷ് ബാങ്കിലേക്ക് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ നമ്മുടെ വർക്കിംഗ് ഡേയ്സ് 1 വീക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു എമൗണ്ട് അതിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ UPIയിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ബൈനാൻസിൽ നിന്നും നമ്മുടെ ബാങ്കിലേക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യേണ്ടത്. പിന്നെ ആംസ്റ്റർ കോമ്പറ്റ് ടോക്കൺ ഓൾറെഡി നമ്മുടെ ബൈനാൻസിൽ വന്നതിന് ശേഷം അതിനെ നമ്മൾ സെൽ ചെയ്ത് USDയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്
ഫൗണ്ട് എമൗണ്ടിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ വിഡ്രോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയാണ് സെൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടോക്കൺ നമ്മൾ USDക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുള്ള ആ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഇതാണ് അതിൻ്റെ തമ്പനയിൽ. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ബൈനാൻസിൽ നിന്നും ബാങ്ക് UPയിലേക്ക് വിഡ്രോ ചെയ്യുന്ന രൂപം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.